എല്ലാം ചെയ്യാം. അതേപോലെ തന്നെ ജുമാ കഴിഞ്ഞാൽ സുന്നത്തായ വേറൊരു കാര്യം, അല്ലാഹുമ്മ യാ ഗനിയ്യു യാ ഹമീദു യാ മുബ്ദിഉ യാ മുഈദു യാ റഹീമു യാ വദൂദ് അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക വബിഫളലിക അമ്മൻ സിവാക. ഇത് ജുമാന്റെ ശേഷമുള്ള ദുആഇൽ അഫ്ളലാണ്. വ്യക്തിപരമായി തന്നെ ദുആ ചെയ്യണം. എല്ലാം അതിലുണ്ട്. അല്ലാഹുമ്മ യാ ഗനിയ്യു, മൊലാളിയെ എന്ന് വിളിക്കാം. മൊലാളിയെ എന്ന് വിളിക്കുന്നത് എന്തിനു വേണ്ടിയാ? മൊലാളിയെ എന്തിനാ വിളിക്കുന്നത്? ഒന്നിനു വേണ്ടി തന്നെയാണ്, എന്റെ വിഷമം തീരാൻ തന്നെ. അല്ലാഹുമ്മ യാ ഗനിയ്യു യാ ഹമീദു യാ മുബ്ദിഉ യാ മുഈദു യാ റഹീമു യാ വദൂദ് അഗ്നിനി ബിഹലാലിക. കൂട്ടു പ്രാർത്ഥനയാണെങ്കിൽ എന്ത്? അഗ്നിന. വ്യക്തിപരമായി ഓരോരുത്തരും അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക. അല്ലാഹുവേ, എന്റെ ഒരു ദിവസത്തിന്റെ പ്രധാനം, ഞാനിതാ ജുമയിൽ പങ്കെടുത്തു, ഞാനിതാ പുറത്തേക്ക് ഇറങ്ങാൻ പോവാ, എനിക്ക് നീ ഹലാൽ എന്നെ നിറച്ചു തരണമേ, ഹറാമില്ലാതെ. അഗ്നിനി, മോലാലിനോട് പറയാ, അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക. ഈ വരാവുന്ന ആഴ്ച ഉണ്ടല്ലോ, ആഴ്ചന്റെ എല്ലാ പണി ഞാൻ ഇവിടെ ചെയ്തു. ഇനി ഈ ആഴ്ച എനിക്ക് ആരാധനയുടെ ആഴ്ചയാകണമേ, ദോഷത്തിന്റെ ആഴ്ച ആകരുത്. പിന്നെയോ വബിത്വാഅതിക അൻ മഅസിയതിക വബിഫളലിക അമ്മൻ സിവാക. നിന്റെ ഫളല് കൊണ്ട് നീ നിറച്ചു തരണമേ, നീ അല്ലാത്തവരോട് കൈനീട്ടേണ്ട ഗതികേട് വരുത്തരുതേ. വേറെ തന്റെ മുന്നിലേക്ക് കൈനീട്ടേണ്ട ഒരു ഗതികേട് എനിക്ക് വരരുത്, നിന്റെ ഫളല് നിറച്ചാണ്. എന്താ ദുആ ഒന്ന് പറയും. അല്ലാഹുമ്മ യാ ഗനിയ്യു യാ ഹമീദു യാ മുബ്ദിഉ യാ മുഈദു യാ റഹീമു യാ വദൂദ് അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക വബിഫളലിക അമ്മൻ സിവാക. ജുമാ കഴിഞ്ഞാൽ ഓരോരുത്തരും വ്യക്തിപരമായി ദുആ ചെയ്യേണ്ടതാണ്. ഈ അദ്കാറൊക്കെ ചൊല്ലിയിട്ട് ഈ ദുആ ചെയ്യുക. എല്ലാം ഇതില് ഒന്നും കൂടെ പറയും. അല്ലാഹുമ്മ യാ ഗനിയ്യു യാ ഹമീദു യാ മുബ്ദിഉ യാ മുഈദു യാ റഹീമു യാ വദൂദ് അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക വബിഫളലിക അമ്മൻ സിവാക. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അതുപോലെ ഒരാഴ്ചയിൽ സ്വതക്ക കൊടുക്കുന്നവർ ഏറ്റവും അഫ്ളൽ സ്വതക്ക കൊടുക്കൽ. എന്നും കൊടുക്കാം, വെള്ളിയാഴ്ച തെരഞ്ഞെടുക്കുക. ഇന്നലെ സ്വതക്കത്ത് ഫീഹി മസിയത്തുൻ അലൈഹാ മിൻ സായിരിൽ അയ്യാം വസ്സദഖത്തു ഇലൈഹി ബിന്നിസ്ബതി ഇലാ സായിരിൽ അയ്യാമിൽ ഉസ്ബുഇ കസ്സദഖത്തി ഫീ ശഹ്രി റമളാൻ എന്ന്. വെള്ളിയാഴ്ച ഒരു മിസ്കീൻ ഒരാൾ വിശപ്പ് മാറ്റി കൊടുത്തു. അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നു. ആരെങ്കിലും പള്ളിയിൽ വന്നവരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോവുക, മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക, പള്ളിയിൽ നിന്നവരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോവുക. നല്ലോണം ചിന്തിക്കണം. ഇന്ന് പള്ളിയിൽ കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ ആളില്ല, വേണമെങ്കിൽ നമ്മളൊരു 10 രൂപ എടുത്തു കൊടുക്കും. ഒരു 10 രൂപ ആണെങ്കിൽ കൊടുക്കുക, അവരെ വീട്ടിൽ കൂട്ടിക്കൊടുക്കും, ഭക്ഷണം കൊടുക്കുക. ഏറ്റവും വലിയ കാര്യം ഭക്ഷണം കൊടുക്കുക എന്ന കാര്യം ഖുർആൻ വളരെ ഊന്നി പറഞ്ഞിട്ടുണ്ട്. അതല്ലേ പറഞ്ഞത്, കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം വലാ തഹാല്ലൂന അലാ ത്വആമിൽ മിസ്കീൻ. ഭക്ഷണം ഭക്ഷണം എന്നാ അവിടെയൊക്കെ പറഞ്ഞത്. അവിടെ എല്ലായിടത്തും ഭക്ഷണം എന്നാ പറഞ്ഞത്. യുഫൂന ബിന്നദ്രി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ വയുത്ഇമൂന അത്ത്വാമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا وجزاهم بما صبروا جنة وحريرا. الله توفيق ചെയ്യട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, വെള്ളിയാഴ്ച മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക. എന്നിട്ട് സുമ്മ യഖൂലു ഹീന യുസല്ലിമുൽ ഇമാം, ഇമാം സലാം വീട്ടിയിട്ട് ഇവൻ പറയുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽ ഹയ്യിൽ ഖയ്യൂം അസ്അലുക അൻ തഗ്ഫിറ ലി വതർഹമനി വതുആഫിയനി മിനൻ നാർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽ ഹയ്യിൽ ഖയ്യൂം അസ്അലുക അൻ തഗ്ഫിറ ലി വതർഹമനി വതുആഫിയനി മിനൻ നാർ. ഇങ്ങനെ പറയുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽ ഹയ്യിൽ ഖയ്യൂം
അസ്അലുക അൻ തഗ്ഫിറ ലി വതർഹമനി വതുആഫിയനി മിനന്നാർ. എന്നിട്ട് സുമ്മദാ, ഒരു മിസ്കീന് ഭക്ഷണം കൊടുക്കുക വെള്ളിയാഴ്ച, എന്നിട്ട് ഈ ദിക്ർ ചൊല്ലുക. സുമ്മദ്വാ, പിന്നെ ദ്വാ ചെയ്താൽ ബിമാദ് ബദാലഹു, അവന്റെ ഏതാവശ്യം പറഞ്ഞാലും മുസ്തുജീബ, ഉടനെ ഉത്തരം കിട്ടുമെന്ന് ഈ യഹ്യയിൽ ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹു. ഫല്ലഫ്ളു, ഏറ്റവും അഫ്ളൽ അൻ യർജിഅ ഇലാ ബൈതിഹി സാകിറൻ ലില്ലാഹ്, കുതിര വിട്ടു പോരരുത്, ദിക്ർ ചൊല്ലി മടങ്ങിപ്പോരാ. മുഫക്കിറൻ ഫി അലായി, അള്ളാന്റെ മഹാകാര്യങ്ങളിൽ ചിന്തിക്കുക. ശാകിറൻ ലില്ലാഹ്, ഒരു ജുമഅക്ക് ജീവിക്കാൻ കഴിഞ്ഞല്ലോ എന്ന കാര്യത്തിൽ റബ്ബിനോട് നന്ദി കാണിക്കുക. പിന്നെ ഖായിഫൻ മിൻ തഖ്സീരിഹി, എന്തെങ്കിലും ഒരു വീഴ്ച എന്റെ അടുത്ത് പറ്റിയിട്ടുണ്ടോ എന്ന് കരുതിയിട്ട് പേടിച്ച് നടക്കുക. പിന്നെ മുറാഖിബൻ ലിഖൽബിഹി വലിസാനിഹി, സ്വന്തം ഹൃദയത്തെയും നാവിനെയും പരമാവധി സൂക്ഷിക്കുക. ഇലാ ഖുറൂബി ശംസി, അള്ളാന്റെ കാര്യങ്ങളല്ലാതെ അസ്തമയം വരെ ഒന്നും മനസ്സിൽ വരാതിരിക്കുക. എന്നാൽ അങ്ങനെ ഒരാൾ നടന്നാൽ ആ പ്രധാനപ്പെട്ട സമയം അവന് നഷ്ടപ്പെടുകയില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ശരി, ഇനി ഒരു കാര്യം കൂടി പറയാം. നമ്മളെ നാട്ടില് ചില ബിദ്അത്തുകൾ ഉണ്ടാക്കി. ഒന്ന് ജുമഅക്ക് അവസാനം പോകണത്, പിന്നെ ജുമഅ കഴിഞ്ഞാൽ ഫൈദാ, ജുമഅ കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു മിനിറ്റ് ഇരിക്കാൻ പാടില്ല, ചാടണമെന്നാ ഫൈദ. ആരാണ് ഈ നോണയൊക്കെ പറഞ്ഞുണ്ടാക്കിയത്? അള്ളാന്റെ ഖുർആനുണ്ട്, ഓരാ തോന്നിയ നോണയോട് പറയന്നെ, വേനെ തോന്നിയോടൊക്കെ വിളിച്ചാണ് പറയുന്നത്. എവിടുന്നേ കിട്ടിയത്? ഇതുപോലെ രേഖയുണ്ടോ? ഇന്നലെ മിനിഞ്ഞാന്ന് ഈ ക്ലാസ് അവസാനിക്കുന്നത് വരെ എന്ത് റഹ്മത്തുള്ള പറഞ്ഞാലും അതെവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ പറയും. അതെവിടെ ഉണ്ടെന്ന് വെച്ചാൽ പറയും, ഇല്ലാത്തത് പറയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ ആഫിയാക്കി തരട്ടെ. എന്തായാലും ആരെങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കിയത്? ഫൈദാ ഖുളിയത്തിസ് സ്വലാത്തു ഫന്തശിറു ഫിൽ അർളി വബ്തഗു മിൻ ഫളില്ലാഹ്. നിസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഫളല് തേടി ഇറങ്ങണം. എന്താ അതിന്റെ വായന? അന്നഹു അമാ അന്നഹു ലൈസ ബിത്വലബിദ് ദുനിയാ, ദുനിയാവ് തേടാൻ വേണ്ടിയല്ല പറഞ്ഞത്. വലാകിൻ ഇയാദത മരീളിൻ, രോഗി സന്ദർശനം. മനസ്സിലായില്ല? വസിയാറത്തിൽ ഖുബൂർ, ഖബർ സന്ദർശനം. അതാണ് ഫൈദാ ഖുളിയത്തിസ് സ്വലാത്തു ഫന്തശിറു ഫിൽ അർളി വബ്തഗു മിൻ ഫളില്ലാഹ്. അല്ലാഹുവിന്റെ ഫളൽ തേടി ഇറങ്ങാന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ജുമഅ വരെ അതിന്റെ ശുഗലും പണിയാണ്. ജുമഅ കഴിഞ്ഞാൽ രോഗി സന്ദർശനം. അതേപോലെ തന്നെ പിന്നെ ഇത്തിബാഉൽ ജനാസ, ഇത്തിബാഉൽ ജനാസ, ജനാസ പങ്കെടുക്കാൻ വേണ്ടി പോവാ. പിന്നെ ഇൽമ പഠിക്കാൻ വേണ്ടി ഒരുങ്ങ. ജുമഅ നിസ്കാരം കഴിഞ്ഞാൽ ഇൽമ പഠിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഫളല്. വബ്തഗു മിൻ ഫളില്ലാഹ്, ഫളുല്ലാഹി അൽ ഇൽമു വറഹ്മതുഹു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈ ദുനിയാവിക്ക് രണ്ട് കാര്യമാണ് ഗൗരവമുള്ളത് പറഞ്ഞേച്ചത്. ഒന്ന് അള്ളാന്റെ ഫളുലും ഒന്ന് അള്ളാന്റെ റഹ്മത്തും. ഫളല് ഫളുല്ലാഹി അൽ ഇൽമു, അള്ളാന്റെ ഫളല് ഇൽമാണ്. വറഹ്മതുഹു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റഹ്മത്തുള്ളാന്റെ വകയല്ല. ദുർറുൽ മൻസൂർ എടുത്ത് നോക്ക, ഹാഫിൾ ജലാലുദ്ദീൻ സുയൂത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഫൈദാ ഖുളിയത്തിസ് സ്വലാത്തു ഫന്തശിറു മിൻ ഫളില്ലാഹ് ഫന്തശിറു ഫിൽ അർളി വബ്തഗു മിൻ ഫളില്ലാഹ്. അതേപോലെ വസിയാറത്തി അഖിൻ ഫില്ലാഹ്, ഒരു മുസ്ലിം സഹോദരനെ സന്ദർശിക്കാൻ പോവുക, വെറുതെ കാണാൻ പോവുക. ഒരു മുസ്ലിമായ മനുഷ്യനെ എന്നോടൊരാൾ മുക്കത്തുനിന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ആന്ത്രോട്ടുനിന്ന് വരെ വായക്കാട്ടേക്ക് വന്നിരുന്നു കണ്യത്ത് ഉസ്താദിനെ കാണാൻ വേണ്ടിയല്ല, കണ്യത്ത് ഉസ്താദിനോട് അസ്സലാമു അലൈക്കും എന്ന് പറയാൻ വേണ്ടി. കുട്ടീനെ കെട്ടിക്കണ വിഷയം പറയാൻ വേണ്ടിയിട്ടല്ല. ആന്ത്രോത്തുനിന്ന് വരിക, വായക്കാട്ടേക്ക് വരിക. മനുഷ്യന്മാരെ ഇന്നും ഞാനും നിങ്ങളും പറയണത് അവരെ പൊട്ടന്മായിരുന്നു, നമ്മൾ ബുദ്ധിമാന്മാരുന്നു. അതിന് ഗുളിക കഴിഞ്ഞതാ. അവരാ മുഅ്മിനീങ്ങൾ, അവർ മുഅ്മിനീങ്ങളാ. ഇന്നിപ്പോ നമ്മൾ പറയണത് നമുക്ക് ഇഷ്ടം പോലെ വിവരം വിജ്ഞാനമൊക്കെ ഉണ്ട്, നമ്മളൊക്കെ വിവരമുള്ളവരും അവർ പൊട്ടന്മാരുമാണെന്നാണ്. ആന്ത്രോത്തുനിന്ന് വരിക, സത്യം നോക്കിയാൽ പൊട്ടത്തരം തന്നെയല്ലേ ഇത്. ആന്ത്രോത്ത് ദ്വീപ്പിന്ന് വരിക, എവിടേക്ക്? വാഴക്കാട്ടുക്ക്. സ്വാലിയായ മനുഷ്യനോട് പറഞ്ഞ എന്തിന് അവിടെ ഒരു ഈമാന്റെ വെളിച്ചമുള്ള മനുഷ്യനുണ്ട്. ആകാശത്തെ നക്ഷത്രങ്ങൾ ഭൂമിയിലുള്ളവർക്ക് വെളിച്ചം കൊടുക്കും പോലെ ഭൂമിയിലെ 3